നമസ്കാരം. പോറ്റിയെ കേറ്റിയെ എന്ന പേരിലുള്ള പാരഡി ഗാനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ചർച്ച പെരുകുന്നത്. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുമോ എന്ന ഭയം CPM ഉള്ളതുകൊണ്ട് ആ പാരഡി ഗാനത്തിൻ്റെ പേരിൽ ഈ CPM സർക്കാർ അത് പാട്ടെഴുതിയ ആൾക്കെതിരെയും അത് നിർമ്മിച്ച ആൾക്കെതിരെയും പാടിയ ആൾക്കെതിരെയും ഒക്കെ കേസെടുത്തിരിക്കുന്നു. അതും മതവിദ്വേഷം പരത്തുന്ന തരത്തിൽ പാട്ടെഴുതി എന്നാണ് കുറ്റകൃത്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിത് ചർച്ച ചെയ്തു. ഞാനും ഒരു വീഡിയോ ഇതേക്കുറിച്ച് ചെയ്തിരുന്നു. എന്നാൽ വളരെ വിശദമായി തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആദ്യം തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു പഴഞ്ചൊല്ലിലൂടെയാണ്. വിനാശകാലേ വിപരീത ബുദ്ധി. പിണറായിക്കും CPMനും ഇത് വിനാശകാലമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ വിനാശകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ചെയ്യുന്നതെല്ലാം വിപരീത ബുദ്ധിയായിരിക്കും. അത് അവന് ദോഷം ചെയ്യും. അല്ലെങ്കിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി, അവർ ഭരിക്കുന്ന ഈ സർക്കാർ ഒരു കാരണവശാലും നിയമപരമായി നിലനിൽക്കത്തില്ലാത്ത ഈ കേസുമായി മുമ്പോട്ട് വരില്ല. ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ഈ പാട്ട് ഏതെങ്കിലും ഒരു ഭക്തന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ ഇല്ല. അയ്യപ്പ ഭക്തരോട് സംസാരിച്ചു നോക്കുക, ഒരു ഭക്തനെയും അത് വ്രണപ്പെടുത്തിയിട്ടില്ല. കാരണം ആ പാട്ടിൽ അയ്യപ്പ സ്തുതിയാണുള്ളത്. അയ്യപ്പനെ വേദനിപ്പിച്ച് അയ്യപ്പന്റെ ആചാരങ്ങൾ ലംഘിക്കാൻ അമ്മിണിമാരെ സോപാനത്തെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അയ്യപ്പൻ പണി കൊടുത്തത് ആഘോഷിക്കുകയാണ്, പണി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഭക്തന്റെയും വികാരം വ്രണപ്പെടുത്തേണ്ടതില്ല, വ്രണപ്പെടുത്തിയിട്ടുമില്ല. ഈ പാട്ട് എഴുതിയത് ആരാണെങ്കിലും അത് ഉപയോഗിച്ചത് CPMന്റെ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന മനുഷ്യരാണ്. BJPക്കാരും കോൺഗ്രസ്സുകാരും മറ്റ് രാഷ്ട്രീയക്കാരും ഇത് മാറി മാറി ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയ ഭിന്നതയില്ല, ഇതിൽ മതഭിന്നതയില്ല. ഈ പാട്ട് എഴുതിയത് മുസ്ലിം സമുദായത്തിൽ പിറന്നവരാണ് എന്നതുകൊണ്ട് മാത്രം അതെങ്ങനെ വർഗീയ പാട്ടാവും? മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മറ്റൊരു മതത്തിൽപ്പെട്ട വിശ്വാസത്തെയോ അവരുടെ ദൈവത്തെയോ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ അത് വർഗീയതയാവും. അത് മതഭിന്നത ഉണ്ടാക്കുന്നതിന് പേരിൽ കേസെടുത്തൊന്നാവാം. ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവർ ഒരുമിച്ച് ഒരു പാട്ടെഴുതി ആ പാട്ടിന് ഈണം നൽകി ആ പാട്ട് പാടിയത് അയ്യപ്പസ്തുതിയായാണ്. അത് ഉയർന്ന മതേതര ബോധത്തിന്റെ ഉദാഹരണമാണ്. അതൊരിക്കലും മതവിദ്വേഷമായി കണക്കാക്കപ്പെടാൻ പാടില്ല. നിയമത്തിന്റെ മുൻപിലോ ലോജിക്കിന്റെ മുമ്പിലോ നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി അതിനൊരു സാധ്യതയുമില്ല. അതേസമയം ഒരു കള്ളക്കേസെടുത്ത് സർക്കാരിനെ വിമർശിക്കാൻ ശ്രമിച്ചവരെ അപമാനിച്ചു എന്ന പേരിലുള്ള ജനവികാരം ഉണ്ടാവും. ഒരു കള്ളക്കേസെടുക്കുന്നു, അതിനുവേണ്ടി പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് പണം ചെലവഴിക്കുന്നു. സർക്കാരിനെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി കള്ളക്കേസെടുക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനമാണ്, ജനാധിപത്യ വിരുദ്ധ സർക്കാരാണ് എന്ന് അടിവരയിട്ട് എഴുതി വയ്ക്കാൻ ഈ നടപടിക്ക് കാരണമാകും. അതായത് സർക്കാരിന്റെ മേൽ ഈ പാട്ടുണ്ടാക്കിയിരിക്കുന്ന വിരോധം എത്ര ശക്തമാണോ അതിനേക്കാൾ ശക്തമാവും ആ പാട്ടിനെ നിശബ്ദമാക്കാൻ ഈ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ. ഇത് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും കേരള പോലീസിൽ ആർക്കുമില്ല. പിണറായി ഇത് ഉപദേശിക്കാനുള്ള ധൈര്യം CPMൽ ആർക്കുമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ട്രാജഡി. ഇപ്പം പാർട്ടി സമ്മേളനത്തിൽ പിണറായിക്കെതിരെ ശബ്ദമുയർന്നു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. വെറുതെയാണ്. പിണറായിക്കെതിരെ ശബ്ദമുയർത്താനുള്ള ശേഷിയൊന്നും ആർക്കും ഇപ്പോഴുമില്ല. മാത്രമല്ല CPMന്റെ കമ്മിറ്റിയിൽ നടക്കുന്നതൊക്കെ അപ്പോൾ തന്നെ അറിയാൻ നമ്മുടെ ചാനലുകൾക്ക് ഒരു സംവിധാനവുമില്ല. ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവാൻ കാരണം പിണറായിയോട് ഇത് ശരിയല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരുത്തനും പിണറായിയുടെ സർക്കിളിൽ ഇല്ല എന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കേസ് വാസ്തവത്തിൽ ഗുണം ചെയ്യുന്നത് UDFനാണ്. ഈ കേസ് ഇങ്ങനെ നിലനിന്നാൽ, ഈ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് പോയാൽ UDF രക്ഷപ്പെട്ടു. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന പോറ്റിയെ കേറ്റി എന്ന പാട്ടിന്റെ ഒരു തുടർചലനം അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോകും. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം പിണറായിക്കും പിണറായിയുടെ ക്രോണികൾക്കും നഷ്ടപ്പെട്ടിടത്താണ് CPM ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിലേക്ക് മാറിപ്പോയത്. മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, നെഞ്ചിലേറ്റുന്ന ഒരു ട്യൂണാണ് പള്ളിക്കെട്ടെ ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന് പറയുന്ന ഈ പാട്ട് ഇത്രയേറെ പോപ്പുലർ ആയിരിക്കുന്നതും ഇതിന്റെ പേരിൽ ഇത്രയധികം പാരഡികളുള്ളത്. ഇത്രയധികം പാരഡി പാട്ടുകൾ മറ്റൊരു പാട്ടിന്റെ പേരിലും കേരളത്തിൽ ഇല്ല എന്നതിന്റെ അർത്ഥം അത്രമാത്രം മലയാളികൾ ഈ പാട്ട് ഇഷ്ടപ്പെടുന്നു എന്നാണ്. ആ പാട്ടിന്റെ പാരഡിയിൽ അപമാനിക്കപ്പെടുന്ന ഒന്നും തന്നെയില്ല. എത്രയോ കാലമായി എല്ലാ പാർട്ടിക്കാരും കൊണ്ടുവരുന്ന അന്നൊന്നും ആർക്കും ഇതിന്റെ പേരിൽ പരാതി കൊടുക്കാനോ കേസെടുക്കാനോ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ പ്രസാദ് കുഴിക്കാല എന്ന മറ്റോ പേരുള്ള ഒരാൾ CPMന് വേണ്ടി കൊടുത്തിരിക്കുന്ന പരാതി, അത് തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്കാരൻ എന്ന് പറയുന്നു. പക്ഷെ സംരക്ഷണ സമിതിക്കാർ പറയുന്നു ഞങ്ങൾക്ക് അയാളുമായി ബന്ധമില്ലെന്ന്. ഇത് CPMന് വേദന ഉണ്ടായപ്പോൾ ഒരു ഭക്തൻ എന്ന നിലയിൽ ഒരാൾ CPMനെ സഹായിക്കാൻ ശ്രമിച്ചതാണ്. വാസ്തവത്തിൽ അത് CPMന് വിനയായി മാറി. അത് ഏറ്റെടുത്തത്
അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, സൈബർ കേസുകളുടെ ചുമതലയുള്ള SP. ഇദ്ദേഹമായിരുന്നു പൂരം കലക്കൽ വിവാദത്തിലെ വില്ലനും. അന്ന് അദ്ദേഹം തൃശൂർ കമ്മീഷണറായിരുന്നു. അപ്പോൾ തന്നെ അറിയാമല്ലോ സംഭവങ്ങളുടെ ഒരു കിടപ്പ്. അങ്കിത് അശോകനാണ് പറയുന്നത് ഇത് കേസായി നിലനിൽക്കുമെന്ന്. എങ്ങനെ നിലനിൽക്കുമെന്ന് പറയുന്നത്? നിയമത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഒരു IPS ഉദ്യോഗസ്ഥൻ ഇത് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ അത് വളരെ കടന്ന കൈയല്ലേ? അങ്ങനെയാണെങ്കിൽ VD രാജപ്പനെതിരെ എത്ര തവണ കേസെടുക്കേണ്ടി വരുമായിരുന്നു? എത്രയോ നല്ല പാട്ടുകൾ VD രാജപ്പൻ ഇങ്ങനെ മോശമാക്കി പറഞ്ഞിട്ടുണ്ട്. VD രാജപ്പന്റെ പല പാട്ടുകളും കേൾക്കുമ്പോൾ നമുക്ക് ചിരിയല്ല, വിഷമം വരുമായിരുന്നു. കാരണം നല്ല മനോഹരമായ പാട്ടുകൾ VD രാജപ്പൻ മോശമാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് കേസെടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ആരും അതിന് ധൈര്യം കാണിച്ചില്ല. കാരണം VD രാജപ്പൻ നല്ല ട്യൂണുകളെ ഒരു രസകരമായി മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരീക്ഷണം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കിയത്. ജസ്റ്റിസ് കെമൽ പാഷ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ. അദ്ദേഹം പറയുന്നു വളരെ ഗൗരവമേറിയ വിഷയമാണ്. VD രാജപ്പന്റെ കാര്യം പറയുന്നു. ഒപ്പം അദ്ദേഹം പറയുന്നു കണ്ണൂരിലെ ഒരു ബോംബ് സ്ഫോടനം നടത്തി ഒരു സഖാവിന്റെ കൈപ്പത്തി പോയിട്ട് അത് പടക്കമാണെന്ന് പറയുകയും ആ പടക്കം വേണ്ടതുപോലെ സൂക്ഷിക്കാത്തതുകൊണ്ട് പൊട്ടി എന്ന പേരിൽ കേസെടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി, കൈപ്പത്തി പോയിട്ട് കേസെടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലീസാണ് ഈ പാട്ടെഴുത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് എന്ന് ഓർക്കണം. പിണറായിയിൽ ഒരു തന്നെ ബോംബ് പൊട്ടി ഒരുത്തന്റെ കൈപ്പത്തി ചെതറി. ഒരു ചെറുപ്പക്കാരൻ 25 വയസ്സുകാരനെ കണ്ട ബോംബ് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീട്ടിന്റെ 2ാം നിലയിൽ വെച്ച് ഭയങ്കര സ്ഫോടനമായിരുന്നു അവിടെ. അവസാനം എന്തോന്നറിയോ? CPMകാർ കണ്ടുപിടിച്ചു ഓലപ്പടക്കമായിരുന്നു. ഓലപ്പടക്കം പൊട്ടിയതാണ് ഇത് വന്നേക്കുന്നത്. ഈ ഓലപ്പടക്കം ഉണ്ടാക്കാൻ ആരെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞോ? ബോംബ് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിങ്ങനെ പൊട്ടി കൈപ്പത്തി ചെതറിപ്പോയത്. എന്നിട്ട് അതിന് പറയുന്നത് ഓലപ്പടക്കം. ശരിയാണ്, ബോംബെന്ന് പറയത്തില്ല. അവിടെ ബോംബ് നിർമ്മാണമൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. ഈ അന്വേഷണം ഒന്ന് ശരിയായിട്ട് പോകണ്ടായോ? അതിന് പോലീസ് പോലും കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്ന എന്താണെന്നറിയാം? അവർ ബോംബെന്നല്ല, പടക്കം. എന്നിട്ട് സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്തെന്ന്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമായിരുന്നു. ശരിയാ, ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അശ്രദ്ധമായിട്ട് ഉണ്ടാക്കിയതാണ് പ്രശ്നം. ഇപ്പോൾ അശ്രദ്ധമായിട്ട് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അതേസമയം ഇതിനേക്കാൾ ഭയാനകമായി എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ നാട്ടില്. തൃശൂർ കേരളവർമ്മ കോളേജിലെ SFIക്കാരെ ആർത്തവരക്തം വീഴ്ത്തിയത് അയ്യപ്പന് മേലിലേക്കാണ്. എന്നിട്ട് കേസെടുത്തിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. കേസെടുത്തിരുന്നു. പോട്ടെ, ആ സമയത്ത് ഏറ്റവും വലിയ അവഹേളനം നടത്തിയത് M. സ്വരാജാണ്. M. സ്വരാജ് പറഞ്ഞത് മാളികപ്പുറത്തമ്മ അയ്യപ്പനെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് കരഞ്ഞാണ് വെള്ളപ്പൊക്കം ഉണ്ടായതെന്ന്. വെള്ളപ്പൊക്കമുണ്ടായി. അങ്ങനെ അയ്യപ്പൻ്റെ അടുത്ത് പോയി മാളികപ്പുറത്തമ്മ കല്യാണം കഴിഞ്ഞു, അയ്യപ്പന് ഇനി ബ്രഹ്മചര്യമില്ല എന്നാണെന്ന് സ്വരാജ് പറഞ്ഞത്. മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി. 17 ആയപ്പോഴേക്കും വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പൊ പമ്പയിലും വെള്ളം പോയി. ആഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1-ാം തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18-ാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ. അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18-ാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ. കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികളുടെ ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായിരിക്കുന്ന ഗണപതിയെ വെറും മിത്താണ്, സയന്റിഫിക് ടെമ്പർ വേണം എന്ന് പറഞ്ഞു. അതൊരു മതവിശ്വാസിയായ ഷംസീർ. പ്ലാസ്റ്റിക് സർജറി മെഡിക്കൽ സയൻസിൽ ഒരു പുതിയ കണ്ടുപിടുത്താണ്. ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി നേരത്തെയുള്ള ഹിന്ദുത്വ കാലത്തെയുള്ളതാണ്. Who was the first plastic surgery baby? ഉത്തരം മനുഷ്യന്റെ ശരീരവും ആനയുടെ മുഖവുമുള്ള ഗണപതിയാണ്. ഇങ്ങനെയുള്ള സയൻസിന്റെ സ്ഥാനത്ത്, ശാസ്ത്രത്തിന്റെ സ്ഥാനത്ത് മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൊന്നും കേസില്ല. ഇതൊക്കെ മതേതരത്വമാണ്. ഇതൊക്കെ സയന്റിഫിക് ടെമ്പറാണ്. പക്ഷേ അയ്യപ്പനെ ഒന്ന് സ്തുതിച്ചാൽ, ആ സ്തുതിച്ചത് കമ്മികൾക്ക് പൊള്ളിയാൽ അത് മതവിദ്വേഷം പരത്തി എന്ന പേരിൽ കേസെടുക്കുന്നു. എന്തൊരു കഷ്ടമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. 2015 സംഭവമാണ്. 2015 കേരള തൊഗാഡിയായി വാഴുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ,
RSSനേക്കാളും BJPയെക്കാളും ശിവസേനയെക്കാളും ഒക്കെ ഊർജം കൂടിയ ഒരു ഹിന്ദു രാഷ്ട്രീയ പാർട്ടിയും ഹിന്ദു ആശയവും കൊണ്ടുവരണം. അതിനുവേണ്ടി അദ്ദേഹം ഭാരത ധർമ്മ രക്ഷാ സേന എന്നൊക്കെ പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്കി. എന്നിട്ട് വെള്ളാപ്പള്ളി വർഗീയതയുടെ അങ്ങേയറ്റം വരെ പോയാണ് ഇവിടെ പയറ്റിയത്. അന്ന് അതിന് മറുപടിയുമായി CPM രംഗത്ത് വന്നത് എങ്ങനെയായിരുന്നു അറിയാമോ? ശ്രീനാരായണ ഗുരുദേവന് ലക്ഷക്കണക്കിന് മനുഷ്യർ ആരാധനയോടെ കാണുന്ന, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വീടുകളിൽ പൂജിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനെ അവർ കുരിശിൽ തറച്ചു. കാവ്യവസ്ത്രം ധരിച്ച രണ്ടുപേർ മഞ്ഞ ഉടുപ്പിട്ട ശ്രീനാരായണ ഗുരുദേവനെ കുരിശിൽ തറച്ചു വന്ന് എത്രയോ ലക്ഷം ശ്രീനാരായണീയരെ വേദനിപ്പിച്ച സംഭവമാണ്. സഖാക്കൾ കുരിശിൽ തറച്ചതുകൊണ്ട് കേസെടുത്തോ? ഇല്ല. ആരെങ്കിലും അപലപിച്ചു? ഇല്ല. ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറയ്ക്കാം, കുഴപ്പമില്ല. അയ്യപ്പനെ കൊണ്ട് എത്രയും വേഗം മാളികപ്പുറത്തമ്മയെ കൊണ്ട് കെട്ടിക്കാം, കുഴപ്പമില്ല. അയ്യപ്പന്റെ ശരീരത്തിലേക്ക് ആർത്തവ രക്തം ഒഴിക്കാം, കുഴപ്പമില്ല. ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ യുവതികൾ ഇടിച്ചു കയറ്റാം, കുഴപ്പമില്ല. അതിനുവേണ്ടി മതിൽ കെട്ടാം, കുഴപ്പമില്ല. ആചാരം സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയവർ ജയിലിൽ അടയ്ക്കാം, കുഴപ്പമില്ല. കുഴപ്പം ഏതാണ്? ശബരിമലയിൽ കയറി അയ്യപ്പനെ പോലും മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച വൃത്തികെട്ട ജന്മങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, അതേക്കുറിച്ച് പാട്ടെഴുതിയാൽ, അത് ജനഹൃദയത്തെ സ്വാധീനിച്ചാൽ ആ പാട്ടെഴുതിയവർക്കെതിരെ അനാവശ്യമായ വർഗീയത പറഞ്ഞു. അവർ മുസ്ലിം സമുദായത്തിൽ ജനിച്ചുപോയി എന്നതാണ് അവർ ചെയ്ത കുറ്റം. അതുകൊണ്ടാണ് അവർ കേസുമായി പുറകെ വന്നത്. അവർക്കെതിരെ കേസെടുക്കും എന്ന അവസ്ഥയാണ് പിണറായിയുടെ പോലീസിന്റെ അവസ്ഥ. രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ഒന്ന്, ഈ CPM ഇരട്ടത്താപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാമെങ്കിലും CPMന് ആദ്യമല്ല ഇത്തരം സാഹിത്യ പേടി തോന്നുന്നത്. വിപ്ലവഗാനം പാടിയതിന് സാക്ഷാൽ സച്ചിദാനന്ദനെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട് ഇവർ. വിപ്ലവഗാനം പാടിയതിന് ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികൾ പാടിക്കൊണ്ടിരിക്കുന്ന ആ ഗാനം അത് CPMന് ദോഷമാകുമെന്ന് ഭയന്ന് കവി സച്ചിദാനന്ദനെതിരെ കേസെടുത്ത ചരിത്രമുണ്ട്. സജീവൻ അന്തിക്കാട് അതിങ്ങനെ എഴുതുന്നു: സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിനെതിരെ പിണറായി സഖാവിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേസെടുത്തു എന്നാണ് കേൾക്കുന്നത്. ഈ വിവരം അറിഞ്ഞ് പല നിഷ്കുകളും ഞെട്ടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാർ ആദ്യമായി ചെയ്യുന്നതല്ല. പണ്ട് 1981 നായനാർ ഭരിക്കുമ്പോൾ ഇവർ കവി സച്ചിദാനന്ദനെ വിപ്ലവഗാനം പാടിയതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സച്ചിദാനന്ദൻ പാടിയ പാട്ടെന്നറിയാമോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സാർവദേശീയ ഗാനമുണ്ട്. ലോകത്തുള്ള എല്ലാ വിപ്ലവകാരികളും പാടുന്നൊരു പാട്ടുണ്ട്. അതിൽ രണ്ടുപേര് ഞാൻ എഴുതാം: ഉണരുവിൻ പട്ടിണിയുടെ തടവുകാരെ നിങ്ങൾ, ഉണരുവിൻ ഭൂമിയിലെ പീഡിതരെ നിങ്ങൾ. ഈ പാട്ട് പാടിയതിനാണ് കവി സച്ചിദാനന്ദൻ 1981 നായനാർ സർക്കാർ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിന്റെ ചരിത്രം പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ ശ്രീ RK ബിജുരാജ് എഴുതിയിട്ടുണ്ട്. നക്സൽ ദിനത്തിൽ എന്ന പുള്ളിയുടെ പുസ്തകം 291 പേജ് ഇങ്ങനെ വായിക്കാം: 1981 ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള നടവരമ്പ എന്ന സ്ഥലത്ത് പോലീസ് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ഈ നിരോധനാജ്ഞ ലംഘിച്ച് ഉജ്ജ്വലമായ പ്രകടനം നടന്നു. പോലീസ് ഭീകരതയ്ക്കെതിരെ നൂറുകണക്കിന് ആളുകൾ അണിനിരന്ന പ്രകടനത്തിൽ കവി സച്ചിദാനന്ദന് നേതൃത്വം നൽകി. ആ സമ്മേളനത്തിൽ കവിത ചൊല്ലിയ സച്ചിദാനന്ദൻ കേസിൽ പ്രതിയായി. കമ്മ്യൂണിസ്റ്റുകളുടെ സാർവദേശീയ ഗാനം പാടി എന്നതിലെ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. ഇടതുപക്ഷ സർക്കാർ കമ്മ്യൂണിസ്റ്റ് ഗാനം പാടിയത് ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നതായിരുന്നു കൗതുകകരം. ഇത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. സർക്കാരിനെതിരെ വിമർശനം ഉയർന്നു. ഇടതുപക്ഷം പ്രതിക്കൂട്ടിലായി. സച്ചിദാനന്ദനൊപ്പം അഭിഭാഷകനായ മേഘനാഥൻ, കാർത്തികേയൻ, പ്രേരണയുടെ പത്രാധിപർ KS സദാശിവൻ എന്നിവരും അറസ്റ്റിലായി. ഇവർക്കെതിരെ സെക്ഷൻ 107 വകുപ്പാണ് ചുമത്തിയത്. പിന്നീട് സിവിക് ചന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സച്ചിദാനന്ദന്റെ അറസ്റ്റിനെ നക്സലൈറ്റ് പ്രവർത്തകർ വ്യാപകമായ പ്രതിഷേധം നടത്തി. അതായത് 1981 കവി സച്ചിദാനന്ദനെതിരെ ഇങ്ങനെ ഒരു പാട്ടിന്റെ പേരിൽ, അതും കമ്മ്യൂണിസ്റ്റ് ഗാനം പാടിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള സർക്കാരാണ് CPMന്റേത്. ഇനി ഒന്നുകൂടി പരിഗണിച്ച് അവസാനിപ്പിക്കാം. അയ്യപ്പ ഭക്തി ഗാനത്തിന്റെ അതേ ട്യൂണിൽ ഒരു രാഷ്ട്രീയ ഗാനം എഴുതി, അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ എഴുതി എന്നതാണ് ഇതിന്റെ കാതൽ. യഥാർത്ഥത്തിൽ പള്ളിക്കെട്ട് എന്ന ഗാനത്തിന്റെ ട്യൂൺ ഒറിജിനലാണോ? അല്ല എന്നാണ് ചിലർ പറയുന്നത്. ഇത് മറ്റൊരു ഗാനത്തിന്റെ പാരഡിയായിരുന്നത്രേ. അതായത് പള്ളിക്കെട്ട് എന്ന പാട്ടിന്റെ ട്യൂണിനെ അവകാശം ഉന്നയിക്കാൻ പോലും ഭക്തർക്ക് അധികാരമില്ല. അതൊരു ഇസ്ലാമിക പാട്ടിന്റെ പാരഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടിന്റെ കുത്തകാവകാശവും ഭക്തർക്കാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതും തെറ്റാണ്. ആ ചരിത്ര സത്യം പള്ളിക്കോണം രാജീവ് എന്നയാൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഇരുമുടി താങ്കി എന്ന വിരുദ്ധത്തെ തുടർന്ന് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലിക്കും എത്തായി എന്ന് തുടങ്ങുന്ന അയ്യപ്പ ഭക്തി ഗാനവും ഒരു പാരഡി ഗാനമാണ്. മറ്റൊരു പാട്ടിന്റെ ഈണത്തെ അനുകരിച്ച് വരികൾ എഴുതുന്ന രീതിയാണ് പാരഡിയുടേത്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായകർ പരമ്പരാഗതമായി പാടിവരുന്ന ഏകനേയ അള്ള എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിന്റെ ഈണത്തെ മാതൃകയാക്കി പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഭക്തഗാന രചയിതാവുമായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖം രചിച്ചതാണ് പള്ളിക്കെട്ട് എന്ന് തുടങ്ങുന്ന ഗാനം. ജാതിമത വ്യത്യാസമില്ലാതെ തീർത്ഥാടന സംഘങ്ങളുടെ തിരക്ക്
എപ്പോഴുമുള്ള നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ഗാനത്തിന്റെ ഈണത്തിൽ ആകൃഷ്ടനായാണ് ജാതിമത വ്യത്യാസമില്ലാതെ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയ്ക്ക് വേണ്ടി അതേ ഈണത്തിൽ ഗാനം രചിക്കാൻ ഷൺമുഖം തീരുമാനിച്ചത്. മധുരൈ വീരമണിക്ക് ഈ ഗാനം എളുപ്പത്തിൽ പാടുവാൻ തമിഴർക്കെല്ലാം ചിരപരിചിതമായി ഈണം സഹായകരമായി. ഒരു മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത് യഥാർത്ഥ ഭക്തരിൽ ഗാനത്തോട് ആദരവ് വർദ്ധിപ്പിക്കുമെങ്കിലും മതവൈര്യം വളർത്തുന്ന വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ടവർക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ വൈമനസ്യം തോന്നിയെന്ന് വരാം. ഹിന്ദുക്കളുടെ പാട്ടും കലയും മറ്റുള്ള മതക്കാർ അടിച്ചു മാറ്റുന്നുവെന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഹിന്ദുത്വ തീവ്രവാദികൾ പരിഹാസമുയർത്തുന്ന സാഹചര്യത്തിൽ ഈ അറിവ് അവർക്കൊരു തിരിച്ചടിയായിരിക്കും. ഡോക്ടർ ഷൺമുഖം തമിഴ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയായിരുന്നു. ദ്രാവിഡ കഴക പ്രസ്ഥാനങ്ങളിൽ ആകർഷനായി പെരിയോർ EV രാമസ്വാമി നായിക്കരുടെ അനുയായിയായി മാറിയ ഷൺമുഖം ഗണപതി വിഗ്രഹങ്ങളിൽ ചെരുപ്പുമാല ചാർത്തിയുള്ള പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്നു. നാസ്തികനിൽ നിന്ന് ഭക്തനിലേക്കുണ്ടായ മാറ്റത്തിന് ഒരു മാരക രോഗത്തിൽ നിന്നുള്ള വിമുക്തിയാണ് കാരണമായത്. തുടർന്ന് തമിഴിൽ 400ഓളം ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. മിക്ക ഗാനങ്ങളും ഏറെ ജനപ്രിയമായി മാറി. ശീർക്കാഴി ഗോവിന്ദരാജൻ പാടി പ്രശസ്തമാക്കിയ വിനായകനെ വിനായി തീർപ്പവനെ എന്ന ഗാനവും പള്ളിക്കെട്ടിനൊപ്പം എടുത്തു പറയേണ്ടതാണ്. ഒരു ഗാനത്തിന്റെ പാരഡിയായി മറ്റൊരു ഗാനം രചിക്കുന്ന രീതി പണ്ട് മുതലേ ഭക്തിഗാന രചനകളിൽ സാധാരണമാണ്. പഴയ കാലത്ത് ജനപ്രിയ സിനിമാ ഗാനങ്ങളുടെ പാരഡിയായി ഭക്തിഗാനം രചിച്ച് അച്ചടിച്ചു വരുന്ന പാട്ടുപുസ്തകത്തിൽ പ്രസ്തുത സിനിമാ ഗാനത്തിന്റെ മട്ടിൽ എന്ന പാട്ടിന് മുമ്പ് എഴുതി ചേർക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പാട്ടുകൾ സന്ധ്യാനാമകീർത്തങ്ങളായി അമ്മമാർ ഭക്തിയോടെ ചൊല്ലിക്കേൾക്കാറുമുണ്ട്. ഭക്തിഗാനത്തെ പാരഡിയാക്കി കോമഡി പാട്ടുകൾ വരെ പലരും എഴുതി പാടിയിട്ടും കടുത്ത വിമർശനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രശസ്ത കോമഡി കാഥികൻ VD രാജപ്പൻ ശങ്കര പോത്തിനെ തല്ലാതട എന്ന പാരഡി ഗാനം ശങ്കര നാദശരീര പര എന്ന ഗാനം ഭക്തിമേളയിൽ പാടി പേരെടുത്ത ഗായകരും സ്വകാര്യമായി പാടി ആസ്വദിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നല്ല ആശയസമ്പൂർണമായി കവിത്വമുള്ള വരികളോടുകൂടിയ ഗാനങ്ങളുടെ ഈണം തമാശ ഉൽപ്പാദിപ്പിക്കുന്നതിനായി നിലവാരം കുറഞ്ഞ വരികളിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. എങ്കിലും അതൊക്കെ വൈകാരികമായി പ്രകടിപ്പിക്കുകയോ പാട്ട് പിൻവലിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾ വിരളമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഒരു കാർട്ടൂൺ ആസ്വദിക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റിലെ അന്നും ഇന്നും പൊതുസമൂഹം ഇതിനെയൊക്കെ കാണാറുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ലക്ഷ്യമാക്കി ഐക്യജനാധിപത്യ മുന്നണി പ്രചരിപ്പിച്ച പാട്ടിനെതിരെ രാഷ്ട്രീയമായി തന്നെ എതിർപ്പുയർത്തിയതിനെ പരിഹാസ്യമായേ കാണാൻ കഴിയൂ. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരഡി ഗാനം അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ ഇതുവരെ വ്രണപ്പെടുത്തിയതായി തോന്നിയിട്ടില്ല. അങ്ങനെ വ്രണപ്പെടുത്തിയതായി ഉന്നയിച്ച് രാഷ്ട്രീയവാദം സൃഷ്ടിക്കാനും അതിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ആരെങ്കിലും ശ്രമിച്ചാൽ അങ്ങേയറ്റം അപലപനീയമാണ്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചിട്ടുള്ള സൂഫി ഗാനത്തെ കോപ്പി അടിച്ചാണ് പോറ്റിയെ കയറ്റി എന്ന പാരഡി എഴുതിയത് എന്ന് ആരോപിച്ച് ഏതെങ്കിലും മുസ്ലിം സംഘടനയ്ക്ക് മുന്നോട്ട് വരാവുന്നതാണ്. അങ്ങനെ ഉണ്ടായിട്ടുമില്ല. ഈ പാരഡിയുടെ വരികൾ ഒരു മുസ്ലിമാണ് രചിച്ചത് എന്നത് വിവാദം കൊഴിപ്പിക്കുന്നതിനും വിഷയത്തിൽ വർഗീയത കലർത്തുന്നതിനും പറ്റിയ സാധ്യതയാണ്. കേട്ടാസ്വദിച്ച് ചിരിച്ച് തള്ളേണ്ട ഒന്നിനെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവരുന്നത് വില കുറഞ്ഞ തറവേല മാത്രമാണ്.